നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നിമിഷം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് നിങ്ങൾക്കായി വന്ന ദൈവ സന്ദേശമാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ സ്വയം വിളിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ കണ്ടത് ഒരിക്കലും യാദൃശ്ചികമല്ല. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇന്ന് ഗുരുവായൂരപ്പൻ നിങ്ങളെ ഗുരുവായൂരമ്പലത്തിലേക്ക് വിളിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഈ തൊടുകുറിയിലൂടെ അറിയാനായിട്ട് സാധിക്കും. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്ന സന്ദേശം ഇതിലുണ്ടാകും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം, നിങ്ങൾ മാത്രം അറിയുന്ന ആ വേദന, അതെല്ലാം ഗുരുവായൂരപ്പൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നിങ്ങളെ ഇവിടെ എത്തിച്ചത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്ദേശമുണ്ട്. അത് നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. കണ്ണുകളടച്ച് ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പന്റെ നാമം ഓം നമോ നാരായണായ എന്ന നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഭഗവാന്റെ ആ ഒരു രൂപം തെളിഞ്ഞു വരും. ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള സങ്കടങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം മാറ്റി നിങ്ങൾക്ക് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കണമേ. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് ശരിയായ രീതിയിൽ നടത്തിയെടുക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ഭഗവാനോട് നിങ്ങൾ ആവശ്യപ്പെടുക. എനിക്കും ഗുരുവായൂരപ്പന്റെ നടയ്ക്കൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ എത്തിച്ചേരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഭഗവാനെ അവിടെ വന്ന് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിറവേറി കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് കാട്ടിത്തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഈ 3 ചിത്രങ്ങളിൽ ഏതിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ചായുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്, ആ ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 100% കൃത്യമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു സന്ദേശം നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒപ്പം ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഭഗവാൻ നൽകുന്ന ആ സന്ദേശത്തെക്കുറിച്ച് അറിയാം. നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഭഗവാൻ വിളിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് അറിയാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഭഗവാന്റെ 1-ാം നമ്പർ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ ഭാഗ്യവതികളാണ്. കാരണം ഇതൊരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള വിളിയാണ്. നിങ്ങളെ ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് വിളിക്കുകയാണ്. ഗുരുവായൂരപ്പൻ തന്നെയാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ മാനസിക സമ്മർദ്ദമുണ്ട്. പുറത്ത് ചിരിക്കുമ്പോഴും അകത്ത് നിങ്ങൾ തകരുകയാണ്. നിങ്ങളുടെ വിഷമം ആരും പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്, പക്ഷെ ഫലം വൈകിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ദൈവം പോലും എന്നെ മറന്നോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പൻ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ മറന്നിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങൾ കരഞ്ഞ രാത്രികൾ, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞ പ്രാർത്ഥന, നിങ്ങൾ ആരോടും പറയാത്ത വേദന എല്ലാം അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ നേരിട്ട് ക്ഷേത്രത്തിലേക്ക് വിളിക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലം അവസാനിക്കാനിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ ഒരു വലിയ ടേണിംഗ് പോയിന്റ് വരും. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന കാര്യം അത് നടക്കാൻ പോവുകയാണ്. അതൊരു പക്ഷേ ഒരു ജോലിയായിരിക്കാം, സാമ്പത്തിക മുന്നേറ്റമായിരിക്കാം, ബന്ധങ്ങളിൽ സമാധാനമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നേടിയെടുക്കുന്നതാകാം. പക്ഷെ അതിനു മുൻപ് ദൈവാനുഗ്രഹം നേരിട്ട് ലഭിക്കണം. ഗുരുവായൂരപ്പൻ നിങ്ങളെ വിളിക്കുന്നതിന് 5 പ്രധാന കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കഷ്ടങ്ങൾ അവസാനിപ്പിക്കാനാണ്. നിങ്ങൾ അനുഭവിക്കുന്ന തടസ്സങ്ങളൊക്കെയും മാറാനാണ് ഭഗവാൻ അടുത്തേക്ക് വിളിക്കുന്നത്. നിങ്ങളിലെ നെഗറ്റീവ് ശക്തിയെ നീക്കം ചെയ്യാനാണ്. നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ദോഷം മാറാനാണ്. നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം നൽകാനാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വരാനാണ്, മനസമാധാനം നൽകാനാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭയം മാറി ആത്മവിശ്വാസം വീണ്ടെടുക്കാനാണ്. നിങ്ങളുടെ ജീവിതപാത ശരിയാക്കാൻ, അനുഗ്രഹം നേരിട്ട് നൽകാൻ ഗുരുവായൂരപ്പൻ തന്നെ നിങ്ങളെ ഗുരുവായൂരമ്പലത്തിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗുരുവായൂരമ്പലത്തിലേക്ക് പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കുറച്ച് സമയം കൃഷ്ണനാമം ജപിക്കുക. നന്ദി പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷമം ഭഗവാനോട് തുറന്നു പറയുക. മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുക. നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ എത്തുന്ന ആ സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തുടങ്ങിയിരിക്കും. 1-ാം നമ്പർ ഗുരുവായൂരപ്പന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ഗുരുവായൂരപ്പന്റെ പ്രത്യേക സംരക്ഷണമുണ്ട്. ഒരു അപകടത്തിൽ നിന്നും നിങ്ങളെ ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്. ഒരു വലിയ ദോഷത്തിൽ നിന്നും നിങ്ങളെ ഭഗവാൻ മോചിപ്പിച്ചിട്ടുണ്ട്. ഒരു പുതിയ തുടക്കം തന്നെ ഭഗവാൻ നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. ഇവയിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അടുത്ത 3 മുതൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടു തുടങ്ങും. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തും. ദൈവത്തിൻ്റെ ഒരു സന്ദേശം നിങ്ങൾക്കായിട്ടുണ്ട്. ഭഗവാൻ നിങ്ങളോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട്. നിന്റെ കണ്ണീരൊന്നും വെറുതെ അല്ല, നിന്റെ സമയം വരികയാണ്. ഈ വീഡിയോ കണ്ടത് ഒരിക്കലും യാദൃശ്ചികമല്ല. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തു സൂക്ഷിക്കട്ടെ, കാത്തു രക്ഷിക്കട്ടെ. എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ. ഓം നമോ നാരായണായ. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് രേഖപ്പെടുത്തുക. ഓരോ മന്ത്രവും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയാണ്. ഇത്രയും കാര്യങ്ങളാണ് 1-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഗുരുവായൂരപ്പന്റെ 2-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഭഗവാന്റെ 2-ാം നമ്പർ ചിത്രമാണെങ്കിൽ ഇതൊരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് ദൈവത്തിന്റെ മുന്നറിയിപ്പും അനുഗ്രഹവും ഒരുമിച്ചുള്ള സന്ദേശമാണ്. നിങ്ങളെ ഭഗവാൻ ഗുരുവായൂരമ്പലത്തിലേക്ക് വിളിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. 2-ാം നമ്പർ തിരഞ്ഞെടുത്തവർ മുമ്പ് ദൈവത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ആളുകളാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, തിരക്കുകൾ, നിരാശകൾ ഇവയെല്ലാം കാരണം നിങ്ങൾ പതിയെ ദൈവത്തിൽ നിന്നും അകന്നുപോയി എന്നതാണ് സത്യം. പ്രാർത്ഥനകൾ കുറഞ്ഞു, വിശ്വാസം കുറച്ച് തളർന്നു. പക്ഷെ ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളെ വീണ്ടും തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളുടെ ജീവിതപാത ശരിയാക്കാൻ ഗുരുവായൂരപ്പൻ നിങ്ങളെ ഗുരുവായൂരമ്പലത്തിലേക്ക് വിളിക്കുകയാണ്. കാരണം നിങ്ങളിപ്പോൾ പോകുന്ന വഴി ചില അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റായ തീരുമാനം, ഒരു തെറ്റായ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു അശ്രദ്ധ വലിയ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം, ബന്ധങ്ങളിൽ പ്രശ്നം, ആരോഗ്യ വിഷമം, മാനസിക സമ്മർദ്ദം ഇവയിൽ ഏതെങ്കിലും ആയിരിക്കാം. പക്ഷെ ഈ ദോഷം ഒഴിവാക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു എന്നതാണ് സത്യം. നിങ്ങളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിളിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. ഗുരുവായൂരപ്പൻ നിങ്ങളെ വിളിക്കുന്നത് 5 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ്. 1-ാമതായിട്ട് വരാനിരിക്കുന്ന ദോഷങ്ങൾ ഒഴിവാക്കാൻ, ഒരു അപകടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ്, തെറ്റായ തീരുമാനങ്ങൾ തിരുത്താൻ, നിങ്ങളുടെ ജീവിതപാത ശരിയാക്കാനാണ്, വിശ്വാസം തിരികെ നൽകാൻ, നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലെ നെഗറ്റീവ് ഊർജം നീക്കാൻ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ദോഷം മാറ്റാൻ, ദൈവത്തോട് വീണ്ടും ബന്ധിപ്പിക്കാൻ, നിങ്ങളെ ആത്മീയമായി ഉയർത്താൻ. നിങ്ങൾ പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ അനുഭവിക്കുന്നു എന്നതാണ് സത്യം. ഏത് വഴി പോകണമെന്ന് അറിയാത്ത അവസ്ഥ, ആരെ വിശ്വസിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നു. പക്ഷെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ തന്നെയാണ് ഈ ദൈവവിളി വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയുമാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുക. അവിടെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയുക. നിങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുക. മനസ്സിലുള്ള ഭയം തുറന്നു പറയുക. കൃഷ്ണനാമം ജപിക്കുക. ജീവിതപാതയ്ക്ക് ദിശ ചോദിക്കുക. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തിരികെ വരും എന്നുള്ളത് തീർച്ചയാണ്.
ഈ ദൈവവിളി സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ കുറയും, മനസമാധാനം ലഭിക്കും, നല്ല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും, ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കും. നിങ്ങളുടെ ജീവിതം പതിയെ പതിയെ ശരിയായ വഴിയിലേക്ക് തിരിയും. അടുത്ത ചില മാസങ്ങളിൽ നിങ്ങൾ വലിയൊരു തിരിച്ചറിവ് നേടും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ആവശ്യമാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയും. ഒരു പുതിയ തുടക്കമുണ്ടാകും. ദൈവത്തിന്റെ നിങ്ങളോടുള്ള സന്ദേശം ഇതാണ്: എന്നെ മറക്കരുത്, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ ഞാൻ ഇവിടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടത് ഒരിക്കലും യാദൃശ്ചികമല്ല. ഇത് ദൈവത്തിന്റെ വിളിയാണ്. വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. ഗുരുവായൂരപ്പൻ നിങ്ങളെ കാത്തു സൂക്ഷിക്കും. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളുടെയും കുടുംബത്തിന്റെയും മേലുണ്ടാകട്ടെ. ഓം നമോ നാരായണായ. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് രേഖപ്പെടുത്തുക. ഭഗവാന്റെ പാദത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയായി അത് സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് 2-ാം നമ്പർ ഗുരുവായൂരപ്പന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 3-ാം നമ്പർ ഗുരുവായൂരപ്പന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഭഗവാന്റെ 3-ാം നമ്പർ ചിത്രമാണെങ്കിൽ നിങ്ങൾ വളരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് ഒരിക്കലും യാദൃശ്ചികമല്ല. ഇത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ സൂചനയാണ്. നിങ്ങളെ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ നേരിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം നൽകാനാണ് ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളെ അനുഗ്രഹിക്കാനാണ് ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നത്. 3-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം അടുത്തു തന്നെ വരാൻ പോകുന്നു എന്നുള്ളത് തിരിച്ചറിയുക. നിങ്ങൾ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു വിഷയം, നിങ്ങൾ കാത്തിരുന്ന ഒരു അവസരം അതിപ്പോൾ നടക്കാൻ പോവുകയാണ്. അത് ജോലി ലഭിക്കലാകാം, സാമ്പത്തിക ഉയർച്ചയാകാം, വിവാഹയോഗമാകാം, കുടുംബസുഖമാകാം, ജീവിതത്തിൽ വലിയ മുന്നേറ്റമാകാം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉടൻ സംഭവിച്ചിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഈ ഭാഗ്യം ലഭിക്കുന്നതിന് മുൻപ് ദൈവാനുഗ്രഹം നേരിട്ട് സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ നിങ്ങളെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വിളിക്കുന്നത്. അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ നിങ്ങളിൽ അനുഗ്രഹം ചൊരിയാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നീങ്ങാൻ, ഭാഗ്യം തുറക്കാൻ, പുതിയ അവസരങ്ങൾ നൽകാൻ, ജീവിത പാത ഉയർത്താൻ, നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ. നിങ്ങൾ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ആരെങ്കിലും വിഷമിച്ചാൽ നിങ്ങൾക്കും വിഷമമാണ്. നിങ്ങൾ പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ നന്മയുടെ ഫലമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത്. ദൈവം നിങ്ങളുടെ നന്മ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്നു. ചിലപ്പോൾ എൻ്റെ സമയം വരുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥന ഫലം കാണാൻ പോവുകയാണ്. ഈ 3-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് സാമ്പത്തിക പുരോഗതി സാധ്യത വളരെ കൂടുതലാണ്. പുതിയ വരുമാനം, പുതിയ അവസരം, ജീവിതത്തിൽ സ്ഥിരത, നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ദർശനം നടത്തുക. അവിടെ പോയാൽ ഭഗവാനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുക. കൃഷ്ണനാമം ജപിക്കുക. കുടുംബത്തിനായിട്ട് അനുഗ്രഹം ചോദിക്കുക. നിങ്ങൾ പോകുന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ആരംഭിക്കും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അടുത്ത 1 മുതൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇങ്ങനെയാണ്: നിന്റെ നന്മ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ സമയം എത്തിക്കഴിഞ്ഞു. നിന്റെ ജീവിതം ഇനി ഞാൻ ഉയർത്തും. 3-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ദൈവസംരക്ഷണം ഉറപ്പാണ്. നിങ്ങളുടെ ഭാഗ്യവാതിൽ തുറക്കാൻ പോവുകയാണ്. കുടുംബസുഖം നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. ഇതെല്ലാം നിശ്ചയമായിട്ടും സംഭവിച്ചിരിക്കും. ഈ വീഡിയോ കണ്ടത് ഒരിക്കലും യാദൃശ്ചികമല്ല. ഇത് ദൈവത്തിന്റെ നേരിട്ടുള്ള അനുഗ്രഹ സൂചനയാണ്. വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. നിങ്ങളുടെ ജീവിതം നല്ല ദിശയിലേക്ക് മാറും. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തു സൂക്ഷിക്കട്ടെ. ഓം നമോ നാരായണായ. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനയായിട്ട് ഭഗവാന്റെ കാൽക്കൽ അത് സമർപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്.
ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.